ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ടൈപ്പ് ഒരു ഗിയർ ബോക്സ് ആണ്. അതായത് കമ്പ്യൂട്ടറിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ കണക്ട് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമിംഗ് ഗിയർ ബോക്സ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മേക്കിംഗ് വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഈ പ്രോജക്റ്റിനായിട്ട് നമുക്ക് ആവശ്യം കുറച്ച് പ്ലൈവുഡ് പീസുകൾ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു PDF കൊടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത ശേഷം അതിന് പ്രിൻ്റ് എടുത്ത് ഒരു പ്ലൈവുഡ് പീസിലേക്ക് ഒട്ടിയ ശേഷം അതിനൊന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു പാറ്റേണാണ് കിട്ടിയത്. ടോപ്പിനൊരു പീസ് വേണം, അതുപോലെ തന്നെ ബോട്ടത്തിനും ഒരു പീസ് വേണം. രണ്ടിനെയും സൈസ് അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 2 സൈഡ് പീസ് കൂടെ ആവശ്യമുണ്ട്. 2 സൈഡ് പീസിൻ്റെ സൈസ് എന്ന് വെച്ചാൽ അതിൻ്റെ ലെന്ത് 11.5 അതുപോലെ തന്നെ ബ്രെഡ്ത്ത് 8 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇത് ഇത്രയാകുമ്പോൾ നമ്മുടെ ഗിയർ ബോക്സിൻ്റെ പാറ്റേൺ റെഡിയായി. ഇനി നമുക്ക് ആവശ്യം ഇങ്ങനെ ഒരു സ്പ്രിങ് ആണ്. ഈ സ്പ്രിങ് ഇത് സ്കൂട്ടിയുടെ സ്റ്റാൻഡിൻ്റെ സ്പ്രിങ് ആണ്. ഇതിനെക്കാട്ടിലും ഏറ്റവും ബെറ്റർ നമ്മുടെ സൈക്കിളിൻ്റെ സ്റ്റാൻഡിൻ്റെ സ്പ്രിങ് ആണ്. കാരണം അത് കുറച്ച് വലുതാണ്, ഫ്ലെക്സിബിൾ ആയിരിക്കും, നമുക്ക് ഈസി ആയിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇതെൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റിന് ഉപയോഗിച്ച സ്പ്രിങ് ആണ്. ഏത് സ്പ്രിങ് എടുത്താലും അതിനെ ഫിക്സഡ് ആയിട്ട് മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് വേണം. അപ്പോൾ അതിനായിട്ട് അത്യാവശ്യം കട്ടി കൂടിയ ഒരു തടി എടുക്കുക. തടി എടുത്ത ശേഷം അതിൻ്റെ സെൻറ്റർ പൊസിഷനിലായിട്ട് നമ്മുടെ ഈ സ്പ്രിങ്ങിൻ്റെ ഹോളിൻ്റെ സൈസിൽ ഒരു സർക്കിൾ മാർക്ക് ചെയ്ത് ഒരു ചെറിയൊരു ഹോൾ ഇടുക. ഹോൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹോൾ ബാക്ക് സൈഡ് വരരുത്, എങ്കിൽ സ്പ്രിങ് വെളിയിൽ വന്നു പോകും. അപ്പോൾ ഹോൾ പാതി നമ്മുടെ ഈ ചെയ്ത തടിയുടെ പാതിയായിരിക്കും. എന്നിട്ട് അതിനൊന്ന് ഇറക്കി വെച്ച ശേഷം അതിലേക്ക് കുറച്ച് ഫ്ലെക്സ് കിക്ക് ഒഴിച്ചു കൊടുക്കുക. കാരണം അത് ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആവശ്യം ഈ ഗിയർ സ്റ്റിക്കാണ്, അതായത് ഗിയർ ഷിഫ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിക്കാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കമ്പിയാണ്. അതായത് ഈ സ്പ്രിങ്ങിൻ്റെ ഹോളിൻ്റെ അളവ് തന്നെ ആയിരിക്കണം ഈ കമ്പിയുടെ അളവും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ആ സ്റ്റിക്കിനെ സ്പ്രിങ്ങിലേക്ക് ഇറക്കി വെച്ച ശേഷം ഓരോ പൊസിഷനിലേക്കും ഷിഫ്റ്റ് ചെയ്ത് നോക്കുക. കാരണം അത് ഫ്ലെക്സിബിളായിട്ട് വളയുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ പ്ലൈവുഡിൻ്റെ പീസുകൾ ഒട്ടിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒട്ടിക്കുമ്പോൾ ഈ സൈഡ് പീസുകളെ ബേസിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഈ 2 സൈഡ് പീസുകളെയും ഒട്ടിയെടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്ത ശേഷം നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരുന്ന ആ ഗിയർ സ്റ്റിക്കിനെ എടുത്ത് ഈ ഗിയർ ബോക്സിൻ്റെ കറക്റ്റ് സെൻറ്റർ പൊസിഷനിലേക്കായിട്ട് വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് എല്ലാ പൊസിഷനിലേക്കും കയറുന്നുണ്ടോ എന്ന്. ഗിയർ സ്റ്റിക്കിനെ ഇങ്ങനെ വച്ച ശേഷം ഓരോ ഗിയർ പൊസിഷനിലേക്കായിട്ട് ഈ സ്റ്റിക്കിനെ ഷാഫ്റ്റ് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് എല്ലാ പൊസിഷനിലേക്കും കയറുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ പൊസിഷനിലേക്കും ഇത് ഷാഫ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഏതെങ്കിലും പൊസിഷനിൽ കയറുന്നില്ലെങ്കിൽ നമ്മുടെ ഗിയർ ബോക്സിൻ്റെ സൈഡ് ഹൈറ്റ് കൂട്ടണം. ഗിയർ ബോക്സിൻ്റെ സൈഡ് ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് തടി എടുത്ത ശേഷം, ഞാനിവിടെ കാണിച്ച പോലത്തെ ഒരു ചെറിയ പീസ് തടി എടുത്ത ശേഷം അതിനെ കട്ട് ചെയ്ത് നമ്മുടെ ഈ സൈഡ് പീസിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതായത് 2 സൈഡ് പീസിലേക്കും ഒട്ടിച്ചു കൊടുക്കുക. അതായത് നമ്മുടെ ഈ ഗിയർ ബോക്സിൻ്റെ ഹൈറ്റ് കൂട്ടുന്നവരും അത് ഈസിലി എല്ലാ പൊസിഷനിലേക്കും ഷാഫ്റ്റ് ആവും. അപ്പോൾ ഈ ഗിയർ സ്റ്റിക്കിനെ ഈ ഗിയർ ബോക്സിൻ്റെ സെൻറ്റർ പൊസിഷനിലേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടുമ്പോൾ നല്ല ടൈറ്റായിട്ട് ഒട്ടുക, കാരണം ഇത് ഒരിക്കലും ഇളകി വരാൻ പാടില്ല. ഇനി നമുക്ക് ഈ ഗിയർ ബോക്സിൻ്റെ കണക്ഷനിലേക്ക് കിടക്കാം. അതായത് ഇതിൻ്റെ കണക്ഷനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചത് 3-പിൻ മോഡുലാർ സ്വിച്ചാണ്. അതായത് സ്വിച്ചിങ് മെക്കാനിസത്തിലാണ് വർക്കാവുന്നത്. ഈ 3-പിൻ മോഡുലാർ സ്വിച്ചിൽ മുകളിലുള്ള 3 പിന്ന് തന്നെയാണ് കീഴെയും പിന്നായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കീഴെയുള്ള 3 പിന്നിനെ കട്ട് ചെയ്തെടുക്കാം. കാരണം ഈസിലി നമ്മുടെ ഗിയർ ബോക്സിന് മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ 3 കീഴെയുള്ള പിന്നിനെ കട്ട് ചെയ്തെടുക്കാം. അത് കട്ട് ചെയ്തെടുക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ സ്വിച്ചിനെ എളുപ്പത്തിൽ ഗിയർ ബോക്സിലേക്ക് മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കട്ട് ചെയ്തെടുത്തത്. ഇനി ഈ ഗിയർ ബോക്സിനെ സ്വിച്ചിലേക്ക് മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ഡബിൾ സൈഡ് ടാപ്പ് എടുത്ത ശേഷം അതിനെ നമ്മുടെ ഈ സ്വിച്ചിൻ്റെ ബാക്ക് സൈഡ്, അതായത് പിന്ന് കട്ട് ചെയ്ത സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അത് ഒട്ടിക്കുമ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് തന്നെ ഒട്ടിക്കണം. ഒരിക്കലും സ്വിച്ച് ഇളകി വരാൻ പാടില്ല. അതിനായിട്ട് കുറച്ച് ഫ്ലെക്സ് ക്യൂ കൂടെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാ സ്വിച്ച് കണക്ഷനെയും നമ്മുടെ ഗിയർ ബോക്സിൻ്റെ ബോർഡിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി ഈ സ്വിച്ചിൻ്റെ വർക്കിംഗ് മെക്കാനിസം എങ്ങനെയാണെന്ന് നോക്കാം. ഈ ടൈപ്പ് 3-പിൻ സ്വിച്ചിൽ 1 ടൈം പ്രസ് ചെയ്യുമ്പോൾ സ്വിച്ച് ഓൺ ആവും. അതുപോലെ തന്നെ വീണ്ടും ഒരിക്കൽ 1 ടൈം പ്രസ് ചെയ്യുമ്പോൾ സ്വിച്ച് ഓഫ് ആവും. അതായത് നമ്മുടെ ഈ നോർമൽ ഹൗസ് ഹോൾഡിന് യൂസ് ചെയ്യുന്ന 2-വേ സ്വിച്ചിൻ്റെ മെക്കാനിസം പോലെ തന്നെയാണ് ഈ സ്വിച്ച്. ആ 3-പിൻ സ്വിച്ചിന് പകരം നമുക്ക് വേണമെങ്കിൽ ഈ ടൈപ്പ് പുഷ് സ്വിച്ച് ഉപയോഗിക്കാം. പക്ഷേ ഇതിനെക്കാട്ടിലും ഏറ്റവും ബെറ്റർ അതായിരിക്കും. കാരണം ഇത് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്താൽ മാത്രമേ സ്വിച്ച് വർക്ക് ആവുള്ളൂ. നമ്മൾ ഹോൾഡ് ചെയ്ത് എടുക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആവും. പക്ഷെ അത് അങ്ങനെയല്ല, അത് 1 ടൈം പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഓൺ ആയിരിക്കും.
അപ്പോൾ ഇതോടെ നമ്മുടെ ബേസിക് സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ വയറിംഗ് കണക്ഷനിലേക്ക് കിടക്കാം. ഇതിൻ്റെ കണക്ഷനായി ഞാനിവിടെ ഉപയോഗിച്ചത് ഒരു അനലോഗ് ജോയ്സ്റ്റിക് ആണ്. അനലോഗ് ജോയ്സ്റ്റിക് ആകുമ്പോൾ നമുക്ക് ഈ പെഡൽസ്, അതായത് ആക്സിലറേറ്റർ, ബ്രേക്ക് എല്ലാം തന്നെ ഈ ജോയ്സ്റ്റിക്കിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പുതിയ ജോയ്സ്റ്റിക്കാണ് വാങ്ങുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യണം. അതിനായിട്ട് ജോയ്സ്റ്റിക്കിന് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത ശേഷം കൺട്രോൾ പാനൽ എടുക്കുക. കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ സൈഡിൽ സെർച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അപ്പോൾ ആ സെർച്ചിലേക്ക് USB എന്ന് ടൈപ്പ് ചെയ്യുക. USB എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുമ്പോൾ നമുക്കിവിടെ USB ഡിവൈസസ് എല്ലാം വരും. അപ്പോൾ അതിൽ സെറ്റപ്പ് USB ഗെയിം കൺട്രോളേഴ്സ് കൊടുക്കുക. അതിലേക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള ജോയ്സ്റ്റിക്ക് പെർഫെക്റ്റ് ആയിട്ട് കണക്റ്റ് ആയെങ്കിൽ ഇവിടെ ജോയ്സ്റ്റിക്ക് ജനറിക് USB ജോയ്സ്റ്റിക്ക് എന്ന് കാണിക്കും. എന്നിട്ട് പ്രോപ്പർട്ടീസിലേക്ക് കൊടുക്കുക. പ്രോപ്പർട്ടീസിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ഓരോ നമ്പർ കീസ് കാണിക്കും. ആ നമ്പർ കീസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ജോയ്സ്റ്റിക്കിൻ്റെ കീസാണ്. അപ്പോൾ നമ്മുടെ ഓരോ കീ ആയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും തോറും ഇവിടെ ഓരോ ലൈറ്റ് ഇൻഡിക്കേഷൻ വരും, ഓരോ റെഡ് ലൈറ്റ് ഇൻഡിക്കേഷൻ വരും. ഇങ്ങനെ നമ്മൾ ഓരോ കീയും പ്രസ് ചെയ്ത് എല്ലാ കീയും വർക്ക് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാ കീസും ചെക്ക് ചെയ്ത ശേഷം നമ്മുടെ ഈ ജോയ്സ്റ്റിക്കിൻ്റെ ബോർഡ് ഒന്ന് തുറന്നെടുക്കുക. അപ്പോൾ ജോയ്സ്റ്റിക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ടൈപ്പ് ഒരു ബോർഡായിരിക്കും കാണുക. ബോർഡ് ശ്രദ്ധിച്ചെടുക്കുക, വളരെ പതുക്കെ എടുക്കുക. അതിൻ്റെ വയറൊന്നും മാക്സിമം ഇളകി പോകാതെ എടുക്കുക. അപ്പോൾ ജോയ്സ്റ്റിക്ക് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബോർഡായിരിക്കും കിട്ടുക. ഇതിലേക്ക് നമുക്ക് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും റൈറ്റ് സൈഡ് 4 സ്വിച്ചസിനുള്ള കണക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡും 4 സ്വിച്ചസിനുള്ള കണക്ഷൻ ഉണ്ട്. മുകളിലേക്കുള്ള കീസിൻ്റെ കണക്ഷനായിട്ട് മുകളിൽ 2 ഈ ടൈപ്പ് ചെറിയ ബോർഡ് കാണും, ലെഫ്റ്റ് സൈഡ് ഒരു ബോർഡ് കാണും, അതുപോലെ തന്നെ റൈറ്റ് സൈഡും ഒരു ബോർഡ് കാണും. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലെഫ്റ്റ് സൈഡ് ബോർഡിൽ നിന്ന് നമ്മൾ ഒരു കണക്ഷനും എടുക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലെഫ്റ്റ് സൈഡ് ബോർഡിൽ ന്യൂട്രൽ പോയിന്റ് ഇല്ല, കോമൺ ന്യൂട്രൽ പോയിന്റ് ഇല്ല. നമ്മളെ കണക്ഷനായിട്ട് ആവശ്യം ഒരു ന്യൂട്രൽ പോയിന്റും ഒരു സ്വിച്ചിൻ്റെ കണക്ഷനുമാണ്. ഇതിൽ കോമൺ ന്യൂട്രൽ പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡ് ബോർഡിൻ്റെ കണക്ഷൻ എടുക്കുന്നില്ല. ഈ റൈറ്റ് സൈഡ് ബോർഡിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഓരോ സ്വിച്ചിങ് പോയിന്റിനും 2 കണക്ഷൻ വീതമുണ്ട്. അതിൽ ഒരു കണക്ഷൻ ന്യൂട്രൽ കണക്ഷനാണ്, അതുപോലെ മറ്റൊരു കണക്ഷൻ എൻ്റെ സ്വിച്ചിൻ്റെ കണക്ഷനാണ്. ഈ ന്യൂട്രൽ കണക്ഷൻ ഈ റൈറ്റ് സൈഡ് ബോർഡിനും അതുപോലെ തന്നെ മുകളിലുള്ള 2 ചെറിയ ബോർഡിനും കോമൺ ആണ്. ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഈ 4 കണക്ഷനാണ് ഈ ബോർഡിൻ്റെ സ്വിച്ചിങ് കണക്ഷൻ. അപ്പോൾ നമ്മുടെ ഈ 4 കണക്ഷനിൽ നിന്നും ഓരോ വയർ സോൾഡർ ചെയ്തെടുക്കുക. മുകളിലുള്ള ബോർഡിൽ 3 കണക്ഷൻസ് കാണും. അതിൽ ലെഫ്റ്റ് സൈഡ് ഉള്ളതും റൈറ്റ് സൈഡ് ഉള്ളതും സ്വിച്ചിൻ്റെ കണക്ഷൻസ് ആണ്, അതുപോലെ സെൻറ്ററിലുള്ളത് ന്യൂട്രൽ കണക്ഷനാണ്. അപ്പോൾ നമുക്കിവിടെ ആവശ്യം 6+1 7 സ്വിച്ചസ് ആണ്, അതായത് 6 ഗിയറിനും 7th on റിവേഴ്സിനുമാണ്. അപ്പോൾ അങ്ങനെ 7 സ്വിച്ച് കണക്ഷൻസ് ആവശ്യമുണ്ട്. റൈറ്റ് സൈഡ് ബോഡിയിൽ നിന്ന് 4 സ്വിച്ച് കണക്ഷൻ എടുക്കുക, അതുപോലെ മുകളിലുള്ള ലെഫ്റ്റ് സൈഡ് ബോഡിയിൽ നിന്ന് 2 കണക്ഷൻ എടുക്കുക, അതുപോലെ മുകളിലുള്ള റൈറ്റ് സൈഡ് ബോഡിയിൽ നിന്ന് 1 കണക്ഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് 7 സ്വിച്ച് കണക്ഷനായി. അതിൻ്റെ കൂടെ ആ മുകളിലുള്ള ഏതെങ്കിലും ഒരു ബോഡിയിൽ നിന്ന് സെൻറ്റർ കണക്ഷൻ, അതായത് ന്യൂട്രൽ കണക്ഷൻ കൂടെ ഒരു വയർ സോൾഡർ ചെയ്തെടുക്കുക. നിങ്ങൾ വേറെ ജോയ്സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ സ്വിച്ചിൻ്റെ കണക്ഷൻസ് എല്ലാം ഇങ്ങനെ ഒരു മൾട്ടിമീറ്ററിൽ കണ്ടിന്യൂറ്റി ടെസ്റ്റർ ഓൺ ചെയ്ത് വെച്ച് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൻ്റെ വയറിംഗ് കണക്ഷനായി ഞാനിവിടെ എടുത്തത് ഒരു റിബൺ കേബിളാണ്. അതായത് 7 ഗിയേഴ്സിനും അതുപോലെ തന്നെ ഒരു ന്യൂട്രൽ കണക്ഷനുമുള്ള 8 വയേഴ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച വയറിംഗ് പോയിന്റ്സിൽ നിന്നെല്ലാം ഓരോ വയർ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 3 പിൻ സ്വിച്ചിൻ്റെ വയറിംഗ് കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഈ ലെഫ്റ്റ് സൈഡ് ഉള്ളത് നമ്മുടെ ബോഡിയിൽ നിന്ന് സോൾഡർ ചെയ്തെടുത്ത ഓരോ സ്വിച്ചിൻ്റെ കണക്ഷനുള്ള റിബൺ കേബിൾ വയേഴ്സാണ്. അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡ് ഉള്ളത് ആ കോമൺ ന്യൂട്രൽ വയറാണ്. ഈ സ്വിച്ചിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബോഡിയിൽ നിന്ന് സോൾഡർ ചെയ്ത ഒരു സ്വിച്ചിൻ്റെ വയറും അതുപോലെ തന്നെ ഈ കോമൺ ആയിട്ട് എടുത്ത ന്യൂട്രൽ പോയിന്റിൽ നിന്ന് ഒരു കണക്ഷനും ചേരുമ്പോഴാണ് ഈ സ്വിച്ച് വർക്കാവുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ ന്യൂട്രൽ കണക്ഷനെ 7 വയേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അതായത് ന്യൂട്രലിൽ നിന്ന് 7 വയേഴ്സ് സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് പുതിയ 7 ന്യൂട്രൽ കണക്ഷൻ കിട്ടും. അങ്ങനെ ആ 7 ന്യൂട്രൽ കണക്ഷനെയും ഓരോ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ ഇനി ഈ 3 പിൻ സ്വിച്ചിൻ്റെ കണക്ഷനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സ്വിച്ചിൻ്റെ വയറും അതുപോലെ തന്നെ ഒരു ന്യൂട്രൽ കണക്ഷനും കണക്ട് ചെയ്യേണ്ട സമയത്ത് ഒന്നിൽ ഫസ്റ്റ് പിന്നും സെക്കൻഡ് പിന്നും ആയിരിക്കണം, അല്ലെങ്കിൽ സെക്കൻഡ് പിന്നും തേർഡ് പിന്നും ആയിരിക്കണം. അതായത് 3 പിൻ സ്വിച്ചിൻ്റെ ഫസ്റ്റ് പിന്നും തേർഡ് പിന്നും ഒന്നിച്ച് കണക്ട് ചെയ്യരുത്, എങ്കിൽ സ്വിച്ച് വർക്കാവില്ല.
എളുപ്പത്തിൽ പറയാമെങ്കിൽ ഈ 3 പിൻ സ്വിച്ചിന്റെ സെന്റർ പിന്നിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കണം. അതായത് ന്യൂട്രൽ വയർ ആകാം, അതുപോലെ തന്നെ സ്വിച്ചിന്റെ വയർ ആകാം. ഏതെങ്കിലും ഒരു കണക്ഷൻ സെന്റർ പിന്നിൽ കൊടുക്കുക, ബാക്കി ഒരു കണക്ഷൻ ഏതെങ്കിലും സൈഡിലുള്ള ഒരു പിന്നിൽ കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ കോമൺ ന്യൂട്രൽ കണക്ഷനെ 7 പുതിയ ന്യൂട്രൽ കണക്ഷൻ OS ആയി സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 7 പുതിയ ന്യൂട്രൽ കണക്ഷൻ OS കിട്ടും. ഇനി നമുക്ക് ഈ OSനെ എല്ലാം ഗിയർ ബോക്സിന്റെ 3 പിൻ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാം. അങ്ങനെ ഞാനിവിടെ ഒരു സ്വിച്ച് കണക്ഷനും ഒരു ന്യൂട്രൽ കണക്ഷനും വെച്ച് ഗിയർ ബോക്സിലേക്കുള്ള എല്ലാ 3 പിൻ സ്വിച്ചിലേക്കും OS സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗിയർ സ്റ്റിക്കിന് ആവശ്യം ഒരു ഗിയർ നോബാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പഴയ ഒരു കുടയുടെ ക്യാപ്പാണ്. ആ ക്യാപ്പിലേക്ക് നോക്കുമ്പോൾ അറിയാം സെൻട്രലായിട്ട് ഒരു ഹോൾ കാണും. അപ്പോൾ ആ ഹോളിലേക്ക് നമ്മുടെ ഈ ഗിയർ സ്റ്റിക്കിനെ ഇറക്കി വെച്ച ശേഷം അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് ഗ്ലൂ ഗൺ ഒട്ടിച്ചു കൊടുക്കുക. ഈ ഗിയർ ബോക്സിനെ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം തടിയിൽ ഈ ഗിയർ ബോക്സിനെയും അതുപോലെ തന്നെ അതിന്റെ ബോർഡിനെയും ഫിക്സ് ചെയ്തെടുത്തു. ഇനി ഈ ഗിയർ ബോക്സിനെ എങ്ങനെയാ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ എടുത്തത് യൂറോ ട്രക്ക് ടൈമുലേറ്റർ എന്ന ഗെയിമാണ്. അതിലേക്ക് ഒരു ന്യൂ പ്രൊഫൈൽ എടുത്ത ശേഷം ഏതെങ്കിലും ഒരു പ്രൊഫൈൽ ഐഡിയും നെയിമും വെച്ച് ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുത്ത ശേഷം അവിടെ കൺട്രോളേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അപ്പോൾ ആ കൺട്രോളേഴ്സിലേക്ക് കൊടുക്കുക. എന്നിട്ട് അതിൽ ഹൈറ്റ് ഷിഫ്റ്റർ കൊടുക്കുക. ഹൈറ്റ് ഷിഫ്റ്റർ കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത് സ്പ്ലിറ്റർ ആണ്. കാരണം നമ്മളിവിടെ ചെയ്തത് 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. നമ്മൾ ഈ പ്രോജക്റ്റ് ക്ലച്ച് ചെയ്തിരുന്നില്ല, അതുകൊണ്ട് ക്ലച്ച് നമുക്ക് അടുത്ത പ്രോജക്റ്റ് ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഓരോ കീയായിട്ട് റിവേഴ്സ് ക്ലിക്ക് ചെയ്ത ശേഷം റിവേഴ്സിലേക്ക് ഗിയർ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ ഗിയർ പൊസിഷനും ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് മാറ്റി മാറ്റി കൊടുക്കുക. അങ്ങനെ എല്ലാ ഗിയർ പൊസിഷനിലേക്കും കീസ് അസൈൻ ചെയ്യണം. കീസ് അസൈൻ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്ത് ഡ്രൈവ് കൊടുക്കുക. അപ്പോൾ നമുക്കിതിന് ഡ്രൈവിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണും ഷിഫ്റ്റിംഗ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഇതിൽ ക്ലച്ച് യൂസ് ചെയ്തിട്ടില്ല. ക്ലച്ച് നമുക്ക് അടുത്ത പ്രോജക്റ്റ് ചെയ്യാം. ഡ്രൈവ് നമുക്കിതിൽ ക്ലച്ച് യൂസ് ചെയ്തും ചെയ്യാം, ക്ലച്ച് യൂസ് ചെയ്യാതെയും ചെയ്യാം. അപ്പോൾ നമ്മളിത് ഇപ്പോൾ കൊടുത്തത് ക്ലച്ച് യൂസ് ചെയ്യാതെയാണ്, എങ്കിലും അത് പെർഫെക്റ്റ് ആയിട്ട് എല്ലാം മാറുന്നുണ്ട്. അപ്പോൾ ഗിയർ ബോക്സ്, സ്റ്റിയറിംഗ് എല്ലാം ചേർത്ത് അടുത്തൊരു പ്രോജക്റ്റ് വരുന്നതായിരിക്കും. ഇതിൻ്റെ ഗെയിമിംഗ് വീഡിയോ ഇപ്പോൾ ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. അടുത്ത പാർട്ടായിട്ട് ഇതിൻ്റെ ഗെയിമിങ്ങും ഫുൾ ഗെയിമിങ്ങും, അതായത് ഇതിൻ്റെ ക്ലച്ചും പെഡൽസ് ഉൾപ്പെടെ എല്ലാം സ്റ്റിയറിങ്ങോടെ ചേർത്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വേറെ ഗെയിമിംഗ് പ്രോജക്ട്സിനും ഗെയിമിംഗ് വീഡിയോസിനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.